ഗായ്സ്, അപ്പോൾ രാവിലെ നീച്ചപ്പോൾ തന്നെ സച്ചുവിൻ്റെ ഒരുപാട് സാധനങ്ങൾ എടുത്ത് വലിച്ചിട്ടിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൽ എഴുതാത്ത പിന്നെ എഴുതണം പിന്നെ എല്ലാം കൂടി വേർതിരിച്ച് വെക്കാനൊക്കെ കൂടി ഇട്ടതാണ്. ഇതാ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. അവളുടെ കുറേ 2-3 പെൻ സ്റ്റാൻഡുകളുണ്ട്. അപ്പോൾ അതിലുള്ള കളറിൻ്റെ പെൻസിലും സ്കെച്ചും ഒക്കെ എടുത്തിട്ട് അതിൽ വേണ്ടത് ആദ്യം ഞാൻ വേർതിരിച്ച് വെക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം സ്കെച്ച് എടുത്തു. സ്കെച്ചിൽ എഴുതണ്ടോ നോക്കി, എല്ലാ കളറും എടുത്ത് എഴുതണ്ടോ നോക്കി എഴുതുന്നതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഒരു വൈറ്റ്നർ ഉണ്ടായിരുന്നു, അത് കുറേ കാലം യൂസ് ചെയ്യാനായിട്ട് എഴുതുന്നുണ്ടായില്ല. പിന്നെ കുത്തി ശരിയായി. പിന്നെ ഇത് അവളുടെ ബ്യൂട്ടിഫുൾ ഇറേസറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അതിങ്ങനെ അതിൻ്റെ യൂസ് ചെയ്യാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെ. പിന്നെ ഒരു എക്സ്ട്രാ ഇറേസറും കൂടെ അതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത പെൻ സ്റ്റാൻഡ് എടുത്തു, അതിൽ സാധനങ്ങൾ മൊത്തം കൊട്ടി. അതിൽ കുറേ പെന്നും പെൻസിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓരോ പെന്നായിട്ട് സംഭവം അവളാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഇതൊരു വീഡിയോ ആക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നല്ല മനസ്സുകൊണ്ട് വീഡിയോ ആക്കാൻ വേണ്ടി വന്നതായിരിക്കുന്നു. പിന്നല്ലേ എനിക്ക് അതിൻ്റെ പിന്നിലിരിക്കുന്ന ചതി മനസ്സിലായത്. അവളുടെ പെന്നും പെൻസിലും മൊത്തം വൃത്തിയാക്കി തീരുകയും ചെയ്യും. സുഖമായിട്ട് വീഡിയോ പിടിച്ചിരുന്നാൽ പോരെ. ആ ഐഡിയ എനിക്ക് മനസ്സിലായപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി ഗൈസ്. പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. എല്ലാ പെൻസിലും പെന്നും ഒക്കെ എഴുതി നോക്കി വേറെ തിരിച്ച് ഞങ്ങൾ ഓരോരോരോതിലാക്കി വയ്ക്കുകയാണ്. സച്ചുവിൻ്റെ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ ഒരുപാടുണ്ട്. ചെറുപ്പം തൊട്ടേ വാങ്ങി കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ, പെന്നായിക്കോട്ടെ പെൻസിലായിക്കോട്ടെ ഒക്കെ വെറൈറ്റി സാധനം വേണം അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചെറിയ ക്യൂട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കും. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ ഇപ്പോൾ എന്തായാലും സ്കൂൾ വർക്കാണ്, അപ്പോൾ വേറെ തിരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും യൂസ് ഇല്ലാണ്ടായി പോവും. അതുകൊണ്ടാണ് ഇന്ന് അമ്മ എല്ലാം കൂടെ എടുത്ത് വലിച്ചിട്ടിട്ട് അവളോട് പറഞ്ഞ് വൃത്തിയാക്കാൻ. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അത് നൈസായിട്ട് എൻ്റെ തലയിൽ വെച്ച് തന്നു. എന്നിട്ട് എന്തായാലും ഇപ്പോൾ അത് ഫുള്ള് ഏകദേശം തീരാറായി. ഇനി കുറച്ചും കൂടി 4ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവളുടെ സ്കൂളിൽ എന്തോ യൂണിഫോം വരാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടാണ് അവർക്ക് ക്ലാസ് തുടങ്ങാൻ ഇച്ചിരി ലേറ്റായി. ഈ മാസം 10th അവർക്ക് ക്ലാസ് തുടങ്ങണത്. പിന്നെ ഇതിൽ ചില പെണ്ണൊന്നും എഴുതുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ 1-2 എഴുതാത്ത ഞാൻ എടുത്തു വെച്ചു. സച്ചുവിന് പണ്ട് മുതലേ യൂണിക്കോൺസിൻ്റെ ഭയങ്കര ഭ്രാന്താണ്. യൂണിക്കോണിൻ്റെ പെന്ന്, യൂണിക്കോണിൻ്റെ റബ്ബർ, യൂണിക്കോണിൻ്റെ പൗച്ച്, യൂണിക്കോണിൻ്റെ ബാഗ്, ഫുൾ എന്ത് യൂണിക്കോണിൻ്റെ സാധനം കണ്ടാലും അത് വേണം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹം കൂടുതലാണ്. തീരുമ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ ഓരോ സെറ്റ് തീർക്കുമ്പോൾ അവൾ വീണ്ടും പുതിയ സെറ്റ് എനിക്ക് ഇട്ടുതരും. ലാസ്റ്റ് സെറ്റ് ഓഫ് സാധനങ്ങൾ വന്നു. ഇതും കൂടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെഷൻ കഴിഞ്ഞു. അപ്പം അതിലൊരു യൂണിക്കോണിൻ്റെ പെൻ ഉണ്ടായിരുന്നു, അത് എഴുതി നോക്കുമ്പോൾ അത് വർക്കാവണില്ല. എന്നിട്ട് അതിൻ്റെ യൂണിക്കോണിൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ഊരിയിട്ട് വേറൊരു പെൻസിലിന് ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്തു വെച്ചു. ലാസ്റ്റ് 2 പെയിൻറ്റിങ് ബ്രഷും കൂടി എടുത്ത് വെച്ചിട്ട് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ 3 പെൻ സ്റ്റാൻഡും വൃത്തിയാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്ക് നമ്മുടെ ടേബിളിൽ കൊണ്ടുപോയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ സച്ചു ഞാനും കൂടെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ടേബിൾ ഫുള്ള് സെറ്റാക്കി. ഇതാണ് ഫൈനൽ ലുക്ക്. സച്ചുവിൻ്റെ ടേബിൾ എല്ലാം റെഡിയാക്കി. ഇനി സച്ചു ഇരുന്ന് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.